വഴിതെറ്റിപ്പോയി. ഇത് ശരിക്കും പ്രേതാലയം നോക്കി. ഇതിലാണ് മദാമ്മ പണ്ട് തൂങ്ങിച്ചത്തേന്നാ. ഭയങ്കര പുളി. ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനൊന്ന് പുറത്തു പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ എടുക്കാൻ. കാരണം ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് നാളായി അവരെ കണ്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്യും. ലൈക്ക് 2-3 വീക്സ് ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ കാണാൻ പോകണമെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 40-45 മിനിറ്റ്സേ ഉള്ളൂ ബൈ ട്രെയിനൊക്കെ മാറി കയറി പോവുകയാണെങ്കിലും. പക്ഷേ എല്ലാവരുടെ ഷിഫ്റ്റും ഹോളിഡേയ്സും മാച്ചായി വരണ്ടേ, അപ്പം അങ്ങനെ കാണാൻ പറ്റാറില്ല. ഇന്ന് അതിനൊരു റീസൺ ഉണ്ട്. കാരണം അവർ സ്റ്റേ ചെയ്യുന്ന വീട് ആക്ച്വലി അവർ മാറാൻ പോവാണ്. അറിയാലോ, ഇപ്പോൾ ഇവിടെ UK ഒരു 9:15 ആകുമ്പോഴാണ് സൺസെറ്റ് ആവുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പുറത്ത് കണ്ടോ, നാട്ടിലെ ഒരു 40 ഡിഗ്രിയുടെ ഒരു ഇഫക്റ്റ് ആണ് ഇവിടുത്തെ ഒരു 22 ഡിഗ്രിക്കൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ റെഡി ആവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ എടുക്കാം. പിന്നെ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരിക്കും. പിന്നെ ഇന്ന് മാച്ചാണ്, ഫുട്ബോൾ മാച്ചാണ്, ഇംഗ്ലണ്ട് സ്പെയിൻ. സോ ഇറ്റ്സ് കമ്മിങ് ഹോം എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം അതെല്ലാം എൻജോയ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അറിയില്ല അവിടെ പോകുമ്പോൾ എന്തായിരിക്കും എന്ന്. ഓക്കെ, അപ്പം ഞാൻ റെഡിയായി. അറ്റ് ദ മൊമെന്റ് ഞാനുള്ളത് നോട്ടിംഗ് ഹിൽ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്താണ്. ഇവിടുന്ന് ആക്ച്വലി ട്രെയിൻ ആയിരുന്നു മാറി കയറേണ്ടിയിരുന്നു. പക്ഷെ ഇന്ന് ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയാണല്ലോ. സോ എനിക്കൊരു ബസ്സിന് വേണമെങ്കിൽ പോകാനായിട്ട്. ഇപ്പോൾ ആക്ച്വലി വൈകിട്ട് 7:30 ആണ്. 7:30 കഴിഞ്ഞു. പക്ഷെ ആകാശം കണ്ടാലും ഈ ഒരു ഏരിയ കണ്ടാലും നമുക്കൊരു 4 മണി, ഒരു 4:30 ഫീലൊക്കെ ഉള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോൾ ഒരു സമ്മറിൻ്റെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ. ആക്ച്വലി വഴിതെറ്റിപ്പോയി, നൈസായിട്ട് വഴിതെറ്റി. ഇത് പെംബ്രിഡ്ജ് ഗാർഡൻസ് ആണ്. കിങ്സ്റ്റൺ ടെമ്പിൾ എന്നാണ്. എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദി സ്കൈ. ഇങ്ങനെ പോയാൽ ഞാൻ മിക്കവാറും വീണ്ടും വഴിതെറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. കിട്ടി ഗൈസ്. ഒരു കോഫിയാണ്. റോഡിൻ്റെ സെൻറ്ററിലാണ്. ടീ ആൻഡ് കോഫി. കാണാനുണ്ടോ? ടേക്ക് അവേ ടീ കോഫി പടച്ചിട്ടിട്ടാണ്. നമ്മുടെ നാട്ടിൽ റോഡിൻ്റെ സെൻറ്ററിൽ നമ്മൾ കാപ്പിക്കണ്ടിടുമോ? ഇല്ലായിരിക്കും. ബസ്സൊക്കെ വന്ന് ബസ്സിലൊക്കെ കയറി ഞാനങ്ങ് പോവായിരുന്നു. ഇത് ആക്ച്വലി കുറച്ചധികം ദിവസം മുന്നെടുത്ത വീഡിയോ ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അന്ന് മാച്ച് നടക്കുന്ന ഡേ ആയിരുന്നു. അപ്ലോഡ് ചെയ്യാനായിട്ട് ഇച്ചിരി അധികം വൈകിപ്പോയി. UK എത്തിയപ്പോൾ തൊട്ട് ലണ്ടനിലായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാറുള്ളത് ട്രെയിനായിരുന്നു. ഇടയ്ക്ക് അത്യാവശ്യമുള്ളപ്പോഴും ട്രെയിൻ ഇല്ലാത്തപ്പോഴും മാത്രമാണ് ബസ്സൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം ഈ ബസ്സിൽ അപ്സ്റ്റേഴ്സിൽ ഫ്രണ്ടിൽ സീറ്റിൽ പോയിരിക്കും. അപ്പോൾ ആണെങ്കിൽ നമുക്കിങ്ങനെ ഫ്രണ്ടിലുള്ള എല്ലാ റോഡ്സും അതുപോലെ ബിൽഡിങ്സൊക്കെ അടിപൊളിയായിട്ട് കണ്ടിട്ട് ഇതുപോലെ അങ്ങ് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അതൊരു വേറെ ഒരു വൈബാണ്. ബസ്സിൽ നമ്മൾ ഈ സൈഡ് വിൻഡോ നോക്കിയിരുന്ന് പോകുന്ന വൈബല്ല. ഞാനിങ്ങനെ ബസ് ഇറങ്ങി വീട്ടിലോട് നടക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ നമ്മളെ പറ്റിച്ചു, അതുകൊണ്ട് ഞാൻ നല്ലോണം വെയിറ്റായി. എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ന് എന്ത് പറ്റിയത്. ഞാൻ മൊത്തം വഴിതെറ്റിയ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഹലോ, പറയൂ മുഖം കാണിക്കൂ. എന്നാലും വെൽക്കം ടു അവർ പാലസ് ബംഗ്ലാവ്. പിന്നെ എവിടെ മിറർ കണ്ടാലും നമുക്കൊരു സെൽഫി അല്ലെങ്കിൽ ഒരു വീഡിയോ മസ്റ്റ് ആണല്ലോ. നേരെ ചെന്നത് അടുക്കളയ്ക്കാണ് കേട്ടോ. എന്താ, ഈ വീട്ടിലെ അല്ല, എന്നെ പോലെ വലിഞ്ഞേറി വന്നതാ. ഹായ്. ആരാ? ആ
എന്റെ വീട്ടിലെ ചെറിയ ചെറിയ അടുക്കള കണ്ട് കണ്ട് എനിക്ക് ഇതൊക്കെ വരുമ്പോ വലിയ എന്താ സംഭവമായിട്ട്. ഹായ് സിനോഷ്, തിരിഞ്ഞൊരു ഹായ് പറ. തിരി സിനോഷ് ഇറങ്ങി പോണ. ഓഹോ, എന്തോ ഒന്നുകൂടി പറഞ്ഞേ. ആ മനോവിഷമം കാണിട്ട് എന്താ 13 പോയിട്ട് 4K വ്യൂസ് ഉള്ളൊരു വീഡിയോയില് സെലിബ്രിറ്റി ആണെന്ന്. ഞാനിങ്ങനെ വന്നപ്പോ ചോറൊക്കെ തന്നിങ്ങനെ അതിങ്ങനെ എല്ലാരെയും കാണിക്കണ്ടേ. ഇതെന്താണ്, ഡയറ്റ് ആണോ? കിട്ടി. ഇത് മുതിരല്ലേ? നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. ഓക്കെ, ഇതൊക്കെ ഈ വീടിന്റെ സ്ഥലമാണോ? ഐ മീൻ ഈ പുറമെ കാണുന്നൊക്കെ. ഇത് ഏതോ സായിപ്പിന്റെ വലിയ ബംഗ്ലാവ് ആയിരുന്നില്ലേ? ഇത് ഇവിടുത്തെ ഒരു സ്മോക്കിംഗ് ഏരിയ കം ലെഷർ പ്ലേസ് എന്ന് പറയാം. പിന്നെ കുറെ നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നുണയും കൊതിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്നു. രാജകീയമായ സ്റ്റെയർ കേസ് നമ്മൾ കയറി പോകുന്നു. ഇത് കണ്ട, ഇപ്പൊ 9:30 രാത്രി, എന്നാലും ഇത്രയും വെളിച്ചുണ്ട്. തൂം തൂം തൂം. ഹലോ, ഉറങ്ങുന്ന ഫ്രണ്ടിന്റെ തൽക്കാലം ഞാനിപ്പോൾ കാണിക്കുന്നില്ല. താഴെ ഇറങ്ങി ചെന്ന് പിന്നെ ഞങ്ങൾ അവിടെ പുറത്തൊക്കെ ഇറങ്ങി ആപ്പിളൊക്കെ പറിക്കാനായിട്ട് പോയി. ഏതാണ് ആപ്പിള്? ഇതാണോ ആപ്പിള്? അമ്മേ, ഈ കാണുന്ന പച്ചയാണോ? അടിപൊളി. പടക്കം പൊട്ടുന്നോണ്ടാണോ? അപ്പം നമ്മുടെ എന്താണ് വീടിന്റെ തൊടിയിലെ ആപ്പിളും പ്ലമ്മും പറിക്കാൻ പോവുകയാണെന്ന്. ഇതിലാണ് മദാമ്മ പണ്ട് തൂങ്ങിച്ചത്തേന്നാ മിക്കവാറും. ഏടെ ഇത് ശരിക്കും പ്രേതാലയം നോക്കി. നിലത്ത് വീണ് എടുക്കുന്നത് കാണിക്കാല്ലേ. അയ്യോ, കിട്ടിയ നല്ല വൃത്തിയായിട്ടുള്ളതായിരുന്നു. വേറെ ഉണ്ട്. അയ്യോ, ഇത് കാണത്തെ. ഈ ആപ്പിൾ വീണത് ഈ മരത്തിൽ നിന്നാണ് കാണിക്കണ്ടേ. അപ്പം നമുക്കിങ്ങനെ പോയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊട്ടിക്കാല്ലേ. അമ്മേ, നല്ലായിരിക്കോ? കഴുകണ്ടേ? കഴുകാതെ കഴിക്കല്ലേ. ഭയങ്കര പുളി. ഫുഡ് കഴിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ മാച്ചിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ കേട്ടോ. അങ്ങനെ സ്പെയിൻ ജയിച്ചു, ഇംഗ്ലണ്ട് തോറ്റു. നേരത്തെ കാണിച്ച ആ സ്പേസിൽ ഇങ്ങനെ രാത്രി ആവുമ്പോൾ ഒരു ഔട്ട്ഡോർ സ്പേസ് പോലെയാണ് ശരിക്കും അത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ചുമ്മാ വന്നിരുന്ന് സംസാരിക്കാനും ഫുഡ് കഴിക്കാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാനും രസമാണ്. അങ്ങനെയല്ല, രാത്രി 2 മണി കഴിഞ്ഞ് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണോ, സുഖമാണോ? ഷിഫ്റ്റും കഴിഞ്ഞ് അടുത്ത ആളും വന്നു. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്തു. തിരിച്ചു പോകാൻ എന്തായാലും ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഈവനിങ് ഔട്ട് ഞാനൊരു സ്ലീപ്പ് ഓവറായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഗുഡ് നൈറ്റ്.